ഓണച്ചിത്രങ്ങളിൽ ഞാൻ ആദ്യം സെലക്ട് ചെയ്ത സിനിമ ആസിഫ് അലി നായകനായ കിഷ്കിന്ദ കാണ്ഡമാണ്. സംവിധാനം ദിൽജിത്ത് അയ്യത്താൽ. അതുപോലെ തന്നെ ഇതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണമൊക്കെ രചിച്ചിരിക്കുന്നത് ബാഹുൽ രമേഷ്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു ആർട്ടിസ്റ്റ് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നു, ഒപ്പം ക്യാമറ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു അപൂർവതയായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും ആരോ പറഞ്ഞതുപോലെ അപൂർവം അവസരമാണ് നമുക്ക് സിനിമ അതിൻ്റെ ഒരു ക്ലാസ് ലെവലിലേക്ക് നമുക്ക് സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ ആസ്വദിക്കാൻ പറ്റുക. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പക്ക ആർട്ടായിട്ടുള്ള ആസ്പെക്റ്റുകൾ വരാറുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് മികച്ചൊരു ക്ലാസ് സിനിമ ഒരുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും വലിയ വെല്ലുവിളിയാണ്. മലയാളത്തിൽ പത്മരാജൻ, ഭരതൻ തുടങ്ങിയ ക്ലാസ് സിനിമകൾ, മികച്ച ക്ലാസ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒട്ടേറെ പേരുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് എടുത്തു വെക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് കിഷ്കിന്ദ കാണ്ഡത്തിന് ആദ്യത്തെ റിവ്യൂസ് വന്നത്. എന്തായാലും ആദ്യം തന്നെ ആ സിനിമ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം അതുതന്നെയായിരുന്നു. ഒട്ടും തെറ്റിയിട്ടില്ല. ആ സിനിമ തുടക്കം മുതൽ നമ്മളെങ്ങനെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സിനിമയിലേക്കും കാട്ടിലേക്കും പെട്ടെന്ന് ഇറങ്ങിച്ചെന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും, ഒന്നും പറയാതെ. അതായത് അവിടെ കുറേ ദിവസങ്ങളായി, കുറേ മാസങ്ങളായി, വർഷങ്ങളായിട്ട് ഒരു ഫാമിലി ജീവിക്കുന്നുണ്ട്, അവിടെ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതെല്ലാം ഉള്ളതിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് സിനിമ നമ്മളെ കൊണ്ടുപോവാണ്. ആദ്യം പല സിനിമയ്ക്കും ഉണ്ടാവില്ലേ ഒരു ബിൽഡപ്പ്, ഇങ്ങനെ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഒന്നുമില്ല. നേരെ ആസിഫ് അലിയുടെ അജയ് ചന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കല്യാണത്തിൽ നിന്ന് പതുക്കെ വീട്ടിലേക്ക് കയറി, കല്യാണ സീനിൽ നിന്ന് തന്നെ ഒരു തോക്ക് സ്റ്റേഷനിൽ അച്ഛനായിട്ടുള്ള വിജയരാഘവൻ്റെ അപ്പുപിള്ള എന്ന് പറയുന്ന കഥാപാത്രം കൊണ്ടു നടക്കുന്ന ലൈസൻസ് ഉള്ള ഒരു തോക്ക് എലക്ഷൻ സമയമാകുമ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സറണ്ടർ ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു വിഷയം അവിടുന്ന് തന്നെ സിനിമ തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ വിഷയത്തിലേക്ക് അങ്ങ് വരികയാണ്. അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഈ തോക്കും വിജയരാഘവൻ അവതരിപ്പിക്കുന്ന അപ്പുപിള്ള എന്ന് പറയുന്ന കഥാപാത്രവും നമ്മളിങ്ങനെ വല്ലാതെ ചുറ്റിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. മാനസികമായി നമ്മളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കും എങ്ങോട്ടാണ് ഈ സിനിമ കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ സിനിമയിലേക്കും ഈ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്കും ഒരു ദുരൂഹതയുണ്ട്. ഈ ദുരൂഹത ഇങ്ങനെ ചുറ്റി നമ്മളിങ്ങനെ വലിഞ്ഞ് മുറുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ലാഗിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ അത് എൻ്റെ വീക്ഷണത്തിൽ അത് ആ സിനിമ അർഹിക്കുന്ന രീതിയാണ്. ഈ സിനിമ പ്ലേസ് ചെയ്യേണ്ട കഥ പറയേണ്ട രീതി ഇങ്ങനെ തന്നെയാണ്. അത് ആ രീതിയിൽ അത് സ്പീഡാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ദുരൂഹത ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പിരിമുറുക്കങ്ങൾക്ക് ഒരു സ്ലോ പേസ് ഉണ്ട്. ആ സ്ലോ പേസിലൂടെ തന്നെയാണ് ആ സിനിമ പറഞ്ഞു പോകുന്നത്. എന്തായാലും ആ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില ആളുകൾ അത് ലാഗ് എന്ന് പറയുമ്പോൾ ആ ലാഗാണ് ഈ സിനിമയുടെ ഏറ്റവും മികവ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഒരു തോക്ക്, ഒരു ഫോറസ്റ്റിന് നടുവിലുള്ള ഒരു വീട്, ആസിഫ് അലിയുടെ കഥാപാത്രം, വിജയരാഘവൻ്റെ കഥാപാത്രമായിട്ടുള്ള അച്ഛൻ കഥാപാത്രം, റിട്ടയേർഡ് പട്ടാളക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മുൻകോപവും കണിശക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അസാധ്യ പ്രകടനം നടത്തിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ആസിഫ് അലിയെക്കുറിച്ച് പറയുമ്പോൾ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയിൽ ഗംഭീര പ്രകടനം നടത്തി. അതേ സമയത്ത് തൊട്ടടുത്ത ആഴ്ചയിൽ ഇറങ്ങിയ അഡിഗോസ് അമിഗോ എന്ന് പറയുന്ന സിനിമയിൽ വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രം ചെയ്തു. അതിനുശേഷം ഈ സിനിമയിൽ മികച്ച അഭിനയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്ന ആസിഫ് അലിയെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അതുപോലെ തന്നെ തൊട്ടടുത്ത് അപർണ ബാലമുരളിയെ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ സ്ത്രീ കഥാപാത്രം എന്താണിപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്നിങ്ങനെ ആലോചിച്ച് സിനിമാ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഇവർക്ക് പ്രത്യേകമായൊരു പ്ലേസ് ഈ തിരക്കഥയിലും കഥയിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാം. ഒരു സ്ത്രീ കഥാപാത്രത്തിനെയാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അത് അപർണ ബാലമുരളിയാണ്. അവർക്ക് പ്രത്യേകമായ ഒരു പ്ലേസ് കൊടുക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തിനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ജഗദീഷ് നമ്മുടെ ആസിഫ് അലിയുടെ മകനായ ഒരു കുട്ടി കുറഞ്ഞ സീനുകളിൽ വന്നു പോയെങ്കിലും ആ കുട്ടിയുടെ കഥാപാത്രത്തിന് ഈ സിനിമയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടും ആ കുട്ടി അത് ഗംഭീരമായി പ്രകടനം നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ആസിഫ് അലിയുടെ മുൻ ഭാര്യ, അവർ കുറഞ്ഞ സീനുകളാണുള്ളത്. ആ ഒരു പ്രത്യേക സീനിൽ, ഒരു ഇമോഷൻ സീനിൽ അവർ ചെയ്തൊരു പ്രകടനം അസാധ്യമാണ്.
അതുപോലെ തന്നെ അപർണ ബാലമുരളിയൊക്കെ തങ്ങൾ കിട്ടിയ റോളിനെ അധികമാവാതെ അതിൻ്റെ ഒരു സ്കെയിൽ പിടിച്ചിങ്ങനെ മുന്നോട്ട് പോകാന്ന് പറയില്ലേ, ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജഗദീഷ്, അങ്ങനെ വന്ന കഥാപാത്രങ്ങൾ. അതുപോലെ തന്നെ ഞാനിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിനുശേഷം നമ്മുടെ വൈഫ് മാനസ പറഞ്ഞു ഒരു പോയിന്റ് വളരെ പ്രധാനമാണ്. അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സീന് കാണിക്കുന്നുണ്ട്. അവിടെ കുറേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ എത്ര ലൈവായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അതായത് അവരൊക്കെ ശരിക്കും അവിടെയുള്ള ഓഫീസേഴ്സ് ആണെന്ന് തോന്നുന്ന രീതിയിൽ ആ ക്ലർക്കുമാരും ഒക്കെ അഭിനയിക്കുന്ന രീതിയൊക്കെ, അതെല്ലാം നമ്മുടെ ആ സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ അവരുടെ ടീമിൻ്റെ ഒരു വിജയം തന്നെയാണ്. ഗംഭീരമായി അവർ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഓരോ കഥാപാത്രത്തെയും പ്ലേസ് ചെയ്തിട്ട് നമ്മളെങ്ങനെ പതുക്കെ കൊണ്ടുപോകുന്നു. പിന്നെ സിനിമ 3 കഥാപാത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ 4 കഥാപാത്രങ്ങളിലേക്ക് ഇങ്ങനെ ചുരുങ്ങി വരും. ആ ചുരുങ്ങി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ടൈറ്റായി വരികയും ചെയ്യും. അവരെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹത. അവിടെ തന്നെ മ്യൂസിക് പ്ലേ ചെയ്തിരിക്കുന്നത് മുജീബ് എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. അത് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മ്യൂസിക്കായിട്ട് കാടിൻ്റെ പശ്ചാത്തലമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മ്യൂസിക് പോലും ഈ സിനിമയിൽ ആ മ്യൂസിക്കിൻ്റെ ഭാഗം കയ്യടി അർഹിക്കുന്നതാണ്. അത്തരത്തിൽ ഒരു മികച്ച ക്ലാസ് സിനിമ ആസ്വദിക്കണമെങ്കിൽ, അങ്ങനെ ഒരു ത്രില്ലുണ്ടെങ്കിൽ, ആ രീതിയിൽ സിനിമയെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരിക്കലും മിസ്സാക്കരുത് എന്ന് മാത്രമാണ് ഈ ഭാഗത്ത് കൂട്ടിച്ചേർക്കാനുള്ളത്. ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ അല്ല, അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് കാണാവുന്ന ഒരു സിനിമയല്ല. തമാശകൾ ഒട്ടും കുത്തി നിറച്ചിട്ടില്ല, ഒന്നും തന്നെ നമുക്ക് ചിരിക്കാനില്ല. പക്ഷെ അഭിനയ പ്രതിഭകളുടെ ഒരു മാറ്റുരയ്ക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഒരച്ചു നോക്കൽ, അഭിനയത്തിൻ്റെ ഒരു ഒരച്ചു നോക്കൽ ഈ സിനിമയിലുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും വിജയരാഘവനൊക്കെ അസാധ്യ ഗംഭീര പ്രകടനം നടത്തിയിരിക്കുന്ന സിനിമ കൂടിയാണ് കിഷ്കിന്ധാ കാണ്ഡം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഒരു ക്ലാസ് സിനിമയ്ക്ക് ആസ്വദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അത്തരത്തിലൊരു സിനിമ കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, മനസ്സിലൊരു വിങ്ങൽ, അതുപോലെ തന്നെ കുറേ ആശ്വാസം, ഇങ്ങനെ പല തരത്തിലുള്ള സമ്മിശ്ര വികാരങ്ങൾ അനുഭവിക്കണമെങ്കിൽ, ആ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കിഷ്കിന്ധാ കാണ്ഡം എന്ന് പറയുന്ന ദിൽജിത്തിൻ്റെ ഈ സിനിമ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. മലയാള സിനിമയുടെ ഉയരെ ആണ് സത്യത്തിലെ ഈ ഒരു സിനിമ കൂടി. ഒട്ടേറെ നല്ല സിനിമകൾ 2024 നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഇന്ത്യൻ സിനിമയിൽ നമുക്ക് എടുത്തു വെക്കാവുന്ന ഒരു സിനിമ ആട്ടം ഇതുപോലൊരു സിനിമയായിരുന്നു. സൗദി വെള്ളക്ക ഇതുപോലൊരു ക്ലാസ് സിനിമയായിരുന്നു. ആ സിനിമ കൂട്ടത്തിലേക്ക് നമുക്ക് എടുത്തു വെക്കാവുന്ന എണ്ണം പറഞ്ഞ സിനിമയാണ് കിഷ്കിന്ധാ കാണ്ഡം.